കൈ തൊഴുന്നേൻ കൈ തൊഴുന്നേൻ സ്വർഗീയ മുത്തേ കൈ തൊഴുന്നേൻ കൈ തൊഴുന്നേൻ കൈ തൊഴുന്നേൻ സ്വർഗീയ മുത്തേ കൈ തൊഴുന്നേൻ കൈ തൊഴുന്നേൻ കൈ തൊഴുന്നേൻ. സത്യവും നീതിയും ഞങ്ങൾ കരുളിയ നിത്യനിലാവേ കൈ തൊഴുന്നേൻ. സത്യവും നീതിയും ഞങ്ങൾ കരുളിയ നിത്യനിലാവേ കൈ തൊഴുന്നേൻ. ആത്മാവിലാനന്ദധാര ചൊരിയുന്ന സ്നേഹസ്വരൂപനെ കൈ തൊഴുന്നേൻ. ആത്മാവിലാനന്ദധാര ചൊരിയുന്ന സ്നേഹസ്വരൂപനെ കൈ തൊഴുന്നേൻ. കൈ തൊഴുന്നേൻ കൈ തൊഴുന്നേൻ സ്വർഗീയ മുത്തേ കൈ തൊഴുന്നേൻ. കൈ തൊഴുന്നേൻ കൈ തൊഴുന്നേൻ. ഉടയവനേ എന്നുടയവനേ അഗതികൾക്കാശ്രയം തിരുവടിതാ. അഗതികൾക്കാശ്രയം തിരുവടിതാ. തിരുവുള്ളം കനിഞ്ഞങ്ങു അനുഗ്രഹിച്ചാൽ അഗതികൾക്കാശ്വാസം അനുഭവിക്കാം. സർവശക്തനായ ദൈവം ഈ ലോകത്തിൽ തിരുവവതാരമായി ഒരു മർത്യവേഷത്തെ, ഒരു മർത്യരൂപത്തെ, ഒരു സാധാരണ ജന്മത്തെ താൻ സ്വീകരിച്ചുകൊണ്ട് ഇഹപരലോക വ്യവസ്ഥകൾ ലോകത്തിൽ തെളിയിച്ചുകൊണ്ടാണ് വാണിരുന്നത്. 69 തിരുവർഷക്കാലം അത്ഭുതകലകളോടുകൂടി അമാനുഷികനായി ആനന്ദവല്ലഭനായി ആരിലും ഈ പ്രകാശത്തെ പ്രകാശിപ്പിക്കുവാൻ തക്ക പ്രാപ്തിയോടും അധികാരത്തോടും കൂടി താൻ വാണിരുന്നു. പക്ഷേ താണജാതി എന്ന് ആളുകൾ മുദ്രകുത്തിയിരുന്ന ഒരു ഇടത്ത് വന്ന് ജന്മമെടുത്തതുകൊണ്ട് വേണ്ട വിധത്തിൽ ഇതിനെ പ്രകാശിപ്പിക്കാൻ കഴിയാതെ പോയി. ലോകരംഗത്തേക്ക് ഇറങ്ങി പ്രകാശിപ്പിക്കുവാൻ, സ്വാതന്ത്ര്യമായി സഞ്ചരിക്കുവാൻ നിവൃത്തിയില്ലാതെ പോയി എന്ന് കരുതി ആരോട് പറയാതിരുന്നില്ല. പറയാൻ വന്നതായതുകൊണ്ട് പറഞ്ഞേ പോയുള്ളൂ. താൻ തന്റെ ഉദ്ദേശം പൂർത്തീകരിക്കുവാൻ ആ ഒരു തിരുവുടൽ പോരാ, ലോകാന്ത്യം വരെ ഇത് നിലനിൽക്കണം,
ലോകാന്ത്യം വരെ ഈ പ്രകാശം ആത്മാക്കളിലേക്ക് പ്രവർത്തിപ്പിക്കണം. ലോകാന്ത്യം വരെ ഈ ആദർശത്തെ പുലർത്തണം. അതിന് കഴിവുള്ളവർ സാധാരണ മനുഷ്യരില്ല. അതുകൊണ്ട് ഞാൻ തന്നെ എന്റെ ആദർശ കളത്തിൽ തുള്ളാൻ ഞാനല്ലാതെ മറ്റാരും ഇല്ല എന്ന് പൂർണ്ണമായും ബോധ്യപ്പെടുത്തിയിട്ടാണ് തിരുവുടൽ ഉപേക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ പരിപൂർണമായ ഒരുക്കത്തോടുകൂടി വീണ്ടും തിരിച്ചു വന്നു. അത്ഭുത കലകളോടുകൂടി ഉന്നതനായി വാണിരുന്നു. 26 സംവത്സരക്കാലം ധീരനായി നിന്നുകൊണ്ട് ഉന്നതമായ ഈ ആദർശത്തെ, മഹനീയമായ ആദർശത്തെ, ഈ ആദർശത്തെ ഭൂമിയിൽ സ്ഥാപിച്ച ആദർശ പുരുഷനാകുന്ന ജഗതീശ്വരനെ ആത്മലോകത്തിന് വളരെ വ്യക്തമായി ബോധ്യമാകത്തക്ക വിധത്തിൽ വരച്ചു കാട്ടിക്കൊടുത്ത ഓരോ ഹൃദയങ്ങളിലെയും അത് എഴുതി ചേർക്കുകയായിരുന്നു. തന്റെ തത്വങ്ങൾ ഓരോന്നായി ഓരോ ഹൃദയത്തിലേക്ക് അവതരിപ്പിച്ച് അവനിലെ മാലിന്യങ്ങളെല്ലാം നീക്കിക്കളഞ്ഞ് തന്റെ ജ്ഞാനം കൊണ്ട് അവനിലെ സർവ്വദോഷങ്ങളെയും തീർത്ത് അവനിൽ പ്രകാശിപ്പിച്ച് ആത്മാവിനെ സ്വയം പ്രകാശമുള്ളതാക്കി തീർത്തപ്പോൾ അവന്റെ ഉള്ളിൽ കണ്ട രൂപം ഗുരുവിന്റെ രൂപമാണ്. ഇത് ബോധ്യപ്പെടുത്തുന്നതിനാണ് ഞാൻ വന്നത് എന്ന് വളരെ വ്യക്തമായി ആത്മാവിനെ അനുഭവപ്പെടുത്തിക്കൊണ്ട് അനേകായിരങ്ങളിലേക്ക്, അനേക ഇടങ്ങളിലേക്ക്, നിന്ദിച്ചവരുടെയും ദുഷിച്ചവരുടെയും അപമാനിച്ചവരുടെയും ഒക്കെ ഇടയിലേക്ക്, അവരുടെ പരമ്പരകളിലേക്ക് പൂജനീയമായ നിലയിൽ അവരുടെ അറകളിലും അവരുടെ ഉന്നതമായ സ്ഥാനങ്ങളിലും ഒക്കെ പറയാനായി വന്നു നിന്നുകൊണ്ട് പരിഹാസം സഹിച്ച പരമാത്മാവിന്റെ ഛായാചിത്രം എഴുന്നള്ളിച്ച് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച് നിത്യപൂജ ചെയ്യുവാൻ തക്ക വിധത്തിൽ ആക്കി തീർത്ത പരമോന്നതനായ മഹാപുരുഷനായിരുന്നു ആനന്ദജി ഗുരുദേവൻ. ആ പുണ്യപുരുഷോത്തമന്റെ ജന്മനക്ഷത്രമാണിന്ന്. നമുക്ക് ലോകവശാലുള്ള ഇടുക്കം, ഞെരുക്കം ഒക്കെ വളരെ ഭാഗ്യമായി പലതിലും ബാധിക്കുന്നുണ്ട്. സന്താനങ്ങൾ വിഷമിക്കുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞാൻ പ്രഭാതത്തിൽ പറഞ്ഞല്ലോ, നമ്മുടെ വിദേശത്തു നിന്നുള്ള സന്താനങ്ങൾ കൂടുതലും വന്നു ചേർന്നിരുന്നത് ഈ ഉത്രാടം മഹോത്സവത്തിനായിരുന്നു. കാരണം അവിടെ അവധിയുള്ള സമയമാണ്. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് വരാനുള്ള സൗകര്യം, അവർക്കൊക്കെ വരാൻ കഴിയാതെ അവർ വിളിച്ച ഓരോ സങ്കടങ്ങൾ പറയുമ്പോൾ എത്ര വിഷമമാണ് തോന്നുന്നത്. അതെല്ലാം സർവശക്തി പരിഹരിക്കട്ടെ, എല്ലാ വിഷമങ്ങളും തീരട്ടെ. ഈ ദിനം ഇപ്പോൾ പ്രഭാതം മുതൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ കർമ്മങ്ങളും അതിൽ പങ്കെടുക്കുന്നവർക്ക്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബോധ്യമുള്ള കാര്യമാണ് എത്രത്തോളം ആനന്ദത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഓരോ കർമ്മങ്ങൾ നടക്കുമ്പോഴും രാവിലെ നമ്മൾ ഇതിനകത്ത് കയറി പ്രാർത്ഥിച്ചു, അത് കഴിഞ്ഞ് സമാധി മണ്ഡപത്തിൽ പ്രാർത്ഥിച്ചു, അത് കഴിഞ്ഞ് കുറച്ചുപേർ ചെന്നിത്തലയ്ക്ക് പോയി അവിടെ പ്രാർത്ഥിച്ചു, അത് കഴിഞ്ഞ് നമ്മൾ പ്രദക്ഷിണം നടത്തി. ഓരോ കാര്യത്തിലും ഇടപെടുന്നവർക്കറിയാം നമ്മൾ ബഹുസഹസ്രം ആത്മാക്കൾ ഒത്തുചേർന്ന് നിന്നുകൊണ്ട് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിലേക്ക് അനുഭവപ്പെടുത്തിക്കൊണ്ടാണ് ആനന്ദ സമ്പൂർണനാകുന്ന ഈശ്വരൻ നമുക്ക് ഈ കർമ്മം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വെളിയിൽ തന്നെ എത്രയോ സന്താനങ്ങൾ വന്നു, 100 കണക്കിന്. ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ ഈ മഹാമാരി വന്നതിനു ശേഷം ഇത്രയും ആത്മാക്കൾ ഒരുമിച്ച് ഒരു ദിവസം പോലും വന്നുയർന്നിട്ടില്ല. അത്രത്തോളം ആത്മാക്കളും നേർച്ച കാഴ്ചകളും വഴിപാടുകളും ഒക്കെ വന്നു. എല്ലാ മഹാശക്തിയുടെ തീരുമാനവും നടത്തിപ്പോവാണ്. അതെല്ലാം സർവശക്തി സ്വീകരിക്കട്ടെ, സർവ്വ നേർച്ചകളും സ്വീകരിക്കട്ടെ, സർവ്വ സന്താനങ്ങളെയും അനുഗ്രഹിക്കട്ടെ, എല്ലാ കർമ്മങ്ങളും ഉന്നതമായി നടത്തപ്പെടട്ടെ. നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. ഒന്നുമില്ലാത്ത സന്നിധിയിൽ എല്ലാം വരുത്തി വെച്ച് നമ്മളെ ആനന്ദിപ്പിച്ച നമ്മുടെ മഹത്പുരുഷന്റെ ജന്മദിനം നമ്മൾ ഒരു മുടക്കവും വരുത്താതെ ഈ ഇടുങ്ങിയ പരിധിയിൽ എങ്ങനെയൊക്കെ ഒരുക്കാൻ കഴിയും അതുപോലെ ഒരുക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറായി. അത് തന്നെ ഏറ്റവും വലിയ നന്ദിയാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ച നിങ്ങളെ ഓരോരുത്തരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും അനേകം 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 അനുഭവങ്ങൾ. ശുഭാനന്ദ ഗുരുദേവൻ ആരാണ് എന്ന് ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ 1 or 2 ആളുകൾ കുറിച്ച് ബാക്കി എല്ലാവർക്കും മനസ്സിലായത് ആനന്ദജി ഗുരുദേവനിൽ കൂടിയാണ്. അതുകൊണ്ട് തീർച്ചയായും അവരുടെ എല്ലാം ഹൃദയത്തിൽ ആ തിരുശരീര വാഴ്ചയിൽ ഇവിടെ വന്ന് കണ്ടിട്ടുള്ളവർക്കെല്ലാം ശുഭാനന്ദ രൂപം ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്, ആദ്യം അവർ ഓർമ്മയിൽ എത്തുന്നത് ആനന്ദജി ഗുരുദേവന്റെ രൂപം തന്നെയായിരിക്കും. കാരണം അതിൽ കൂടിയാണ് ആ രൂപത്തെ കണ്ടത്.
അതുകൊണ്ട് തീർച്ചയായും ആ രൂപം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ മങ്ങാതെ മറയാതെ ഉണ്ടാകും. അത് നിലനിൽക്കണം, അല്ലെങ്കിൽ നന്ദികേടായി പോകും. ഭഗതാരിലാനന്ദം തരുവതിരാ ഈ കളങ്കം നീക്കി നിന്നിൽ ആനന്ദം തരുന്നത് ആരാണ്? നിഷ്കളങ്ക സ്വരൂപനാകുന്ന ജഗദീശ്വരൻ ഒരാത്മാവിൽ ഉണരാതെ ഒരു കാരണവശാലും ആനന്ദം ഉണ്ടാകില്ല. ഈ നരകത്തിൽ നരശരീരത്തിൽ ജീവിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഇപ്രകാരം ആനന്ദം തരുന്നത് ആരാണ്? അത് ആനന്ദ സ്വരൂപനാകുന്ന ഈശ്വരൻ തന്നെയാണ്. അങ്ങനെ ആനന്ദം തരാനായിട്ടാണ്, ശുഭമായ ആനന്ദം ദാനം ചെയ്യുവാനായിട്ടാണ് ശുഭാനന്ദ നാമധാരിയായി ജഗദീശ്വരൻ അവതാരമായി ലോകത്തിൽ വാഴുന്നു. തിരുവവതാരമായി വാഴുന്നത്. ആ ആനന്ദം തരുവാനൊരാളുണ്ട്, ശുഭാനന്ദ നാമത്തിൽ വാഴുന്നുണ്ട്. സദാനന്ദ സിദ്ധ ഗുരുദേവനായും ഇന്നും മർത്യകുലം കൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി ശരീരങ്ങൾ മാറി മാറി സ്വീകരിച്ചുകൊണ്ട് വാഴുന്നു. ഓരോ യുഗങ്ങളിലും കാലദേശാവസ്ഥയ്ക്ക് അനുസരിച്ച് ജന്മമെടുത്ത ആ പരപുരുഷൻ, ആ പരമാത്മാവ് ഈ ലോകത്തിൽ സമ്പൂർണമായി അവതരിച്ച് തന്റെ സമ്പൂർണ്ണ ജ്ഞാനങ്ങളെ സമ്പൂർണമായി അവതരിപ്പിക്കുന്ന ഈ മഹത്വമേറിയ ഈ കാലത്ത് ഇത് അറിയുക, ഇതിനെ ഗ്രഹിക്കുക, ഇതിൽ കൂടി ജീവിക്കുക, ദിവ്യാനന്ദം പ്രാപിക്കാൻ
പ്രാപിക്കാൻ മറ്റു മാർഗം വേണ്ട. ആനന്ദം അനുഭവിക്കാൻ മറ്റു മാർഗം വേണ്ട. പരലോക പ്രാപ്തിക്ക് മറ്റൊന്നും വേണ്ട. ആ പരലോക തുല്യരാക്കി പരമാനന്ദത്തിൽ എത്തിക്കുവാൻ പരമാർത്ഥ ജ്ഞാനം തന്നെ ഉപദേശിക്കുന്നു പരമാത്മാവ്. അങ്ങനെ പരമാർത്ഥ ജ്ഞാനങ്ങൾ ഓതിത്തരുവാനായി പരമാത്മാവ് ഈ ലോകെ വാഴുന്നുണ്ട്. പരമാർത്ഥ ജ്ഞാനങ്ങൾ ഓതിത്തരുവാനായി പരമാത്മാവ് ഈ ലോകെ വാഴുന്നുണ്ട്. പരമാർത്ഥം കേൾക്കുക, പകരായി ജീവിക്കാം, പരിശുദ്ധ ജ്ഞാനമായി തീർന്നിടട്ടെ. പരമാർത്ഥം കേൾക്കുക, പകരായി ജീവിക്കാം, പരിശുദ്ധ ജ്ഞാനമായി തീർന്നിടട്ടെ. പരമാർത്ഥം കേൾക്കുക, പകരായി ജീവിക്കാം, പരിശുദ്ധ ജ്ഞാനമായി തീർന്നിടട്ടെ. പകലായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മറവുമില്ലാത്ത, ഒരു ഇരുളുമില്ലാത്ത ഈ പകല് പോലെ പ്രകാശപൂരിതമായ സത്യസന്ധമായ ജീവിതം ചെയ്യുക എന്നാണ് അർത്ഥം. അങ്ങനെ പരമാർത്ഥം കേൾക്കുക, പകലായി ജീവിക്കാം, പരിശുദ്ധ ജ്ഞാനമായി തീർന്നിടട്ടെ. ജ്ഞാനത്തിൻ പൂർണ്ണസ്വരൂപമ പരമാത്മ രൂപത്തെ പ്രാപിക്കട്ടെ.
ഗ്രഹിപ്പിച്ച് പരിശുദ്ധ ജ്ഞാനം ഗ്രഹിപ്പിച്ച് പരലോകമാക്കി പരമാനന്ദം അനുഭവമാക്കി അതിനെല്ലാം ഉപരിയായി നിൽക്കുന്ന ശുഭാനന്ദത്തിലേക്ക് ആത്മാവിനെ ചേർക്കുകയാണ്. ആ രൂപത്തിലേക്ക് ചേർക്കാൻ, ആ രൂപത്തിലേക്ക് ആത്മാവിനെ എത്തിച്ചു വാഴിക്കാൻ, ഈ ലോക വാഴ്ചയിൽ നീ അനുഷ്ഠിക്കേണ്ടുന്ന നിയമങ്ങൾ, നീ പാലിക്കേണ്ടുന്ന നാമങ്ങൾ, ഓ നിത്യം നിന്റെ ജീവിത ക്രമങ്ങളിൽ നീ ചിട്ടപ്പെടുത്തേണ്ടുന്ന ക്രമങ്ങൾ, ഇതെല്ലാം വളരെ വ്യക്തമായി ലളിതമായി ആത്മലോകത്തിലേക്ക് പ്രദാനം ചെയ്തുകൊണ്ട്, ഓ എളിയവനായി നിന്നുകൊണ്ട് വലിയവനാകുന്ന തമ്പുരാൻ ഈ മഹത്തായ ആദർശത്തിലൂടെ ഇവിടെ സ്ഥാപിച്ചത് എന്താണ്? പരലോകതുല്യരാക്കി പരമാനന്ദത്തെ നൽകി, പരലോകതുല്യരാക്കി പരമാനന്ദത്തെ നൽകി, പരലോകതുല്യരാക്കി പരമാനന്ദത്തെ നൽകി, പരലോകതുല്യരാക്കി പരമാനന്ദത്തെ നൽകി, പരിശോധന വാഴുന്ന ആത്മാവിൽ പരമാത്മാവ്, പരിശോധന വാഴുന്ന ആത്മാവിൽ, പരിശോധന വാഴുന്ന ആത്മാവിൽ, പരലോകതുല്യരാക്കി പരമാനന്ദത്തെ നൽകി, പരലോകതുല്യരാക്കി പരമാനന്ദത്തെ നൽകി, പരിശോധന വാഴുന്ന ആത്മാവിൽ പരമാത്മാവ്, പരിശോധന വാഴുന്ന ആത്മാവിൽ, പരിശോധന വാഴുന്ന ആത്മാവിൽ, പാപമില്ലാത്ത വാലാഴിയാക്കി, പാപമില്ലാത്ത പരമാത്മാ രൂപത്തോട് താതാത്മ്യപ്പെടുത്തി ആത്മാക്കളെ ഇങ്ങനെ ലയിപ്പിക്കുകയും സുഖിപ്പിക്കുകയും ഓ തന്നോട് ചേർത്ത് ആനന്ദിപ്പിക്കുകയും ചെയ്യുന്ന പ്രകാരം ഒരു ഗുരു വേറെ ഭൂമിയിലില്ല, ഈ പ്രപഞ്ചത്തിൽ എങ്ങുമില്ല. കാരണം ഇത് സമ്പൂർണ്ണ അവതാരമാണ്. വസ്തുനിഷ്ഠമായി പുണ്യപുരാണങ്ങളൊക്കെ വായിച്ചിട്ടുള്ളവർ അതിന്റെ എല്ലാ അർത്ഥതലങ്ങളും വളരെ വ്യക്തമായി ആലോചിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് പരിശോധിച്ചറിയാൻ കഴിയും ശുഭാനന്ദ അവതാരത്തിന്റെ മഹത്വം. ഒരു സമ്പൂർണ്ണ അവതാരത്തിന് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായിരിക്കണം? ഒരു സമ്പൂർണ്ണ അവതാരം ലോകത്തിൽ എങ്ങനെയെല്ലാം പ്രവർത്തിക്കണം? അത് എപ്രകാരം ലോകത്തിൽ പ്രകാശിപ്പിക്കണം? എന്തെല്ലാം കർമ്മങ്ങൾ ആ അവതാരത്തിൽ കൂടി നടക്കണം? എന്തൊക്കെയുള്ള കാര്യങ്ങൾ ഓരോ പുരാണങ്ങളിൽ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. വേണ്ട വിധത്തിൽ അത് മനസ്സിലാക്കിയിട്ടുള്ളവർ, അറിവോടുകൂടി ആലോചിച്ച് ഗ്രഹിച്ചിട്ടുള്ളവർക്ക് വിമർശന ബുദ്ധിയ സമീപിച്ചാൽ സാധിക്കില്ല. അറിവോടുകൂടി ആശ്രയിച്ച് മനസ്സിലാക്കിയവർക്ക് ശുഭാനന്ദ ദിവ്യരൂപം ലോകത്തിൽ അവതാരമായി വന്ന സമ്പൂർണ്ണ ജ്ഞാന സ്വരൂപനാണ് എന്ന് നിസ്സംശയം അംഗീകരിക്കാൻ കഴിയും. കാരണം ആത്മാവിന്റെയും ശരീരത്തിന്റെയും ഈ പ്രപഞ്ചത്തിന്റെയും സൃഷ്ടി ഉത്ഭവങ്ങളെയും ഇതിന്റെ സ്ഥിതിയെയും ഇതിന്റെ സംഹാരത്തെയും ഇത്ര വ്യക്തമായി ലളിതമായി ആത്മലോകത്തിന് പ്രകാശിപ്പിച്ചു കൊടുത്ത മറ്റൊരു ഗുരു ലോകത്തിൽ ഉണ്ടായിട്ടില്ല. ആർക്കും അതിന് അവകാശം സ്ഥാപിക്കാൻ പറ്റുകയില്ല. ഇനി ഇത് കണ്ടും കേട്ടും പഠിച്ച് മറ്റൊരാളിന് ചെയ്യാനും പറ്റുന്നതല്ല. മറ്റൊരാളിന് ചെയ്യാൻ പറ്റുകയില്ല. കാരണം താൻ തന്നെ തന്റെ
കളത്തിൽ പ്രത്യക്ഷമായി നിൽക്കുകയാണ്. താൻ തന്നെ തന്റെ കളത്തിൽ പ്രത്യക്ഷമായി അത് ദേഹങ്ങൾ മാറി സ്വീകരിക്കുന്നേ ഉള്ളൂ. ദേഹം മാറി സ്വീകരിക്കുന്നേ ഉള്ളൂ. താൻ എങ്ങും പോകുന്നില്ല, എങ്ങും പോയില്ല, ഭഗവാൻ എങ്ങും പോയില്ല. ഗുരുകാലത്തും മങ്ങുന്നവനല്ല, മറയുന്നവനല്ല, മരണവും മാറ്റവുമില്ലാത്ത ജഗദീശ്വരനെ ഒരു ശരീരത്തിൽ കൂടി കാണുവാൻ പരമഭാഗ്യം ലഭിച്ച സന്താനങ്ങളെ, ഗുരുകാലത്ത് നിങ്ങൾ ഈ സൗഭാഗ്യം നഷ്ടപ്പെടുത്തി കളയരുത്. ഓരോ ശരീരങ്ങളിലൂടെയും ആദ്യമായി കണ്ടിട്ടുള്ളവരുണ്ടാകും. ഓരോരുത്തർ വന്നപ്പോൾ ഓരോ ശരീരമായിരുന്നിരിക്കാം.
ഓരോ ശരീരമായിട്ടില്ല. ഈ വേഷം മാറി ഉടുക്കുന്നു എന്നുള്ളതല്ലാതെ ആളിന് മാറ്റമില്ല. വേഷമായി ഉടുക്കുന്നതല്ലാതെ ആളിന് മാറ്റമില്ല. ഒരു കാലത്ത് മാറ്റം ഉണ്ടാവുകയില്ല. മാറ്റം ഉണ്ടാകും. അതുകൊണ്ട് എല്ലാം ഒന്നായി കാണുക, എല്ലാവരുമായി കാണുക. ഏവരും ഏകോപിക്കുക. ഓ ഏകത്വമായ ഏകനാഥൻ, ഏകത്വമായ ഏകനാഥൻ, ഓ ഏവർക്കും രക്ഷകനായി, ഏവർക്കും രക്ഷകനായി, ഏകാത്മനാഥനായി, ആരാധ്യരൂപനായി, ആനന്ദ സമ്പൂർണനായി പ്രത്യക്ഷമായി ലോകത്തിൽ ഇതാ വാഴുന്നു. രക്ഷകനായി ലോകത്തില്ല. സംശയമില്ലാതെ ആരാധിക്കുക, സംശയമില്ലാതെ ആരാധിക്കുക. ആനന്ദ സമ്പൂർണനാകുന്ന ഈശ്വരൻ നിങ്ങൾക്ക് പ്രത്യക്ഷമായി കാണപ്പെടുമാറാകട്ടെ. നമ്മൾ പ്രത്യക്ഷമായി കാണുവാനാണ്. ആശ്രയിച്ച് ജീവിക്കുന്നവരിൽ ആശ്വാസം ദാനം ചെയ്യട്ടെ. ആശ്രയിച്ച് ജീവിക്കുന്നവരിൽ ആശ്വാസം ദാനം ചെയ്യട്ടെ. ആരാധിക്കുന്നവരിൽ ആനന്ദം ദാനം ചെയ്യട്ടെ. ആരാധിക്കുന്നവരിൽ ആനന്ദം ദാനം ചെയ്യട്ടെ. വിശ്വാസികളിൽ ആശ്വാസം ദാനം ചെയ്യട്ടെ. ആശ്വാസം നൽകുക. കളങ്കമറ്റ് ജീവിക്കുന്നവരിൽ ജീവിക്കുന്നവരിൽ നിഷ്കളങ്ക ആഭയായി ശുഭാനന്ദ പ്രഭ സർവജ്യോതി വർണ്ണങ്ങളോടുകൂടി തിളങ്ങി വിളങ്ങി പ്രശോഭിച്ചു വാഴട്ടെ. ഈ ആദർശത്തെ, ഈ ആദർശ പുരുഷനെയും ലോകത്തിന്റെ നെറുകയിലേക്ക്, ജനമധ്യത്തിലേക്ക് എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട്, പ്രതിബന്ധങ്ങളെ തരണം ചെയ്തുകൊണ്ട്, പട്ടിണിയും പരിഹാസവും സഹിച്ചുകൊണ്ട്, വീരോദാത്തമായ കർമ്മങ്ങളിലൂടെ സത്യത്തെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട്, ധർമ്മം മാത്രം പറഞ്ഞു കൊടുത്തുകൊണ്ട്, ധർമ്മം മാത്രം പകർന്നു കൊടുത്തുകൊണ്ട്, ഓ നിഷ്കളങ്കമായി നിന്ന് പ്രവർത്തിച്ച, ഓ ഉത്സവനാകുന്ന ഈശ്വരന്റെ പ്രത്യക്ഷമായ വാഴ്ച നടത്തിയ, പ്രത്യക്ഷ വാഴ്ച നടത്തിയ രണ്ടാമത്തെ ദേഹത്തിന്റെ 96ാമത് ഉത്രാടമാണ്. ഞാൻ നേരത്തെ തീരുമാനിച്ച് അതിനൊരു രോഗം കൊടുത്തു. രോഗം, ആ ശരീരത്തിന് രോഗം കൊടുത്തു. ചെറുപ്പകാലത്ത് ഒരു രോഗം കൊടുത്തു. അന്ധാളിച്ച് മാതാപിതാക്കൾ കൊണ്ടുവന്ന് എന്റെ അടുത്ത് വെച്ചു. ഞാൻ ആയുസ്സും ആരോഗ്യവും കൊടുത്തു. തിരിച്ചെന്നെ ഏൽപ്പിക്കണമെന്ന് അറിയിച്ചിരുന്നു. ഞാൻ തന്നെ പോയി കയ്യിൽ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നു. എന്നെ കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എനിക്ക് പകരം, എനിക്ക് പകരം, എനിക്ക് പകരം എന്ന് പുറപ്പെടുവിച്ച ആ ശബ്ദം, അത് ലോകത്തിന്റെ രക്ഷയ്ക്കായി ഞാൻ സ്വീകരിച്ചതാണ്. ഈ ആദർശത്തിന്റെ വളർച്ചയ്ക്കായി സ്വീകരിച്ചതാണ്. അത് ലോകത്തിലേക്ക് പ്രാവർത്തികമായി. ആ മരണമില്ലാത്ത ഗുരു മാറാതെ വസിക്കുന്നു. മരണമില്ലാത്ത ഗുരു മരണമില്ലാത്ത ഗുരു മാറാതെ വസിക്കുന്നു. മരണമില്ലാത്ത ഗുരു മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി വസിക്കുന്നു. മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി വസിക്കുന്നു. മരണമില്ലാത്ത
പ്രവർത്തിക്കുന്നു. അത് പ്രവേശനം ചെയ്ത് ഈ ആദർശത്തിലും ഈ ആദർശത്തിലും ഞാൻ ഓരോന്ന് തീരുമാനിച്ച് മുന്നമേ നിശ്ചയിച്ചിട്ടുണ്ട്. അതൊക്കെ നടപ്പാക്കുവാൻ അതാതിൻ്റെതായ സമയമുണ്ട്. അതൊക്കെ നടപ്പാക്കുവാൻ അതാതിൻ്റെതായ സമയം. ആ സന്ദർഭം അനുസരിച്ച് അതിനനുസരിച്ചുള്ള വാഹനങ്ങളെ ഞാൻ സ്വീകരിക്കുന്നു. അതിനനുസരിച്ചുള്ള വാഹനങ്ങളെ പെടുന്നവരെ സ്വീകരിക്കുന്നു. ഒരു 1000 കിലോമീറ്റർ ദൂരെ പോകാൻ 1000 കിലോമീറ്റർ ദൂരെ പോകാൻ സൈക്കിൾ പോരാ. അതിന് തക്കമുള്ള ഒരു വാഹനം വേണം. അതുപോലെ ഏതെല്ലാം സമയങ്ങളിൽ എന്റെ തീരുമാനങ്ങൾ നടത്താറുണ്ടോ അതാത് സമയങ്ങളിൽ അനുയോജ്യമായ വാഹനം ഞാൻ തിരഞ്ഞെടുക്കുന്നു. അതിന് വലിപ്പച്ചെറുപ്പമൊന്നും നിങ്ങൾ കാണാൻ പാടില്ല. അതിന് പോരായ്മകൾ നിങ്ങൾ എണ്ണാൻ പാടില്ല. പോരായ്മകൾ നിങ്ങൾ ഒരിക്കലും അതൊന്നും എണ്ണാൻ പാടില്ല. നിങ്ങൾക്ക് മാറ്റമില്ലാതെ ഞാൻ എന്നും കൂടെ ഉണ്ടാകും. മരണമില്ലാതെ കൂടെ ഉണ്ടാകും. അതാത് ഉപകരണത്തിന് അനുയോജ്യമായ വിധത്തിൽ കൂടെ ഒന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം. ഉപകരണങ്ങളുടെ അനുയോജ്യമായി കൂടെ നിന്ന് പ്രവർത്തിക്കുക, ഉത്തമന്മാരായി ജീവിക്കുക. ദൈവമാണ് വാഴുന്നത് ഓർമ്മയോടുകൂടി ജീവിക്കുക. വാഹനം മാറി കയറിയത് കൊണ്ട് ഇവരാള് മാറുന്നില്ല. പാട്ട് കുറച്ചേ പാടിയുള്ളൂ എന്ന് ആർക്കും തോന്നണ്ട. പ്രസംഗിക്കുന്നത് കുറച്ചേ ഉള്ളൂ എന്ന് ആരും തീരുമാനിക്കണ്ട. പറയേണ്ടതെല്ലാം പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയാനായി വന്നവരാണ് പരമാർത്ഥങ്ങൾ പറയും ഞാൻ.
സർവാത്മാക്കൾക്കും ലോകം കൂടാതെ ദാനം ചെയ്യാൻ മരണമില്ലാതെ മാറ്റമില്ലാതെ ഈ ആദർശ പുരുഷനാകുന്ന ഈശ്വരൻ എന്നും ഇവിടെ പ്രത്യക്ഷമായി ഉണ്ടാകും. എന്നും പ്രത്യക്ഷമായി ഇവിടെ ഉണ്ടാകും. ആത്മലോകത്തിന്റെ നിത്യരക്ഷയ്ക്കായി ഞാൻ ഇവിടെ ഉണ്ടാകും. എന്നും നിങ്ങൾ ആശ്രയിച്ച് ജീവിക്കുക, ആരാധിച്ച് ജീവിക്കുക. നിങ്ങൾ ചെയ്യുന്ന കർമ്മമെല്ലാം ഗുരുപ്രീതിക്കായി അർപ്പിക്കുക. ഗുരു അത് സ്വീകരിക്കട്ടെ, സർവശക്തി സ്വീകരിക്കട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ആനന്ദിപ്പിക്കട്ടെ. ഇന്ന് ഈ ഉത്രാട ജന്മനക്ഷത്ര മഹോത്സവം നമുക്ക് ബാഹ്യമായി ഘോഷങ്ങളൊന്നുമില്ലാതെ എന്നാൽ ആന്തരികമായ അത്യാനന്ദത്തിൽ ആത്മാവിൽ ആനന്ദം പകർന്നു വന്നുകൊണ്ട് ഈശ്വരൻ പ്രത്യക്ഷമായി എഴുന്നള്ളുന്നുകൊണ്ട് ദിവ്യരൂപം പ്രത്യക്ഷമായി നിന്നുകൊണ്ട് തന്റെ ദേവീദേവന്മാരും ദൂതപരിവാരങ്ങളും അണിനിരന്നുകൊണ്ട് ഇപ്രകാരം നടത്തി തന്നതിൽ നമുക്ക് ജഗദീശ്വരനോട് നന്ദി പറയാം. അതിനുവേണ്ടി ഒരുക്കിയ ഒരുക്കങ്ങളെല്ലാം ഈശ്വരൻ സ്വീകരിക്കട്ടെ. ചെറിയ പുഷ്പമായാലും ദക്ഷിണയായാലും ഹാരമായാലും അരിയായാലും പച്ചക്കറിയായാലും മറ്റ് ധാന്യങ്ങളായാലും ധനമായാലും എന്തു തന്നെയായാലും ഇവിടെ കൊണ്ടുവന്ന് അർപ്പിച്ച ഏവരെയും ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വിദേശത്തുള്ള എന്റെ സന്താനങ്ങൾ എന്നെ വിളിച്ചു. അവിടെ താമസിക്കുന്ന ഭഗവാന്റെ അന്തേവാസികൾ, വിദേശത്ത് കഴിയുന്ന അടിയങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയാണല്ലോ. ഈ ഉത്രാട ദിനത്തിൽ അടിയങ്ങളുടെ കണക്കായി അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. എത്രമാത്രം സ്നേഹത്തോടുകൂടി ഗുരുവിന്റെ കാരുണ്യം നിങ്ങളിൽ കൂടി അവർക്ക് അനുഭവപ്പെട്ടതിന്റെ ഫലമായി ഇന്നത്തെ അന്നദാനത്തിന് വേണ്ടി അവരെല്ലാം സമർപ്പിച്ചു. പലവിധ നേർച്ചകൾ അവർ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സദ്ബുദ്ധികളെയും ജഗദീശ്വരൻ ദർശിച്ച് അനുഗ്രഹിക്കുവാനാകട്ടെ. അവർക്കാർക്കും ഒരു വിധത്തിലുള്ള അപകടങ്ങളോ അനർത്ഥങ്ങളോ രോഗപീഠകളോ ഒന്നും ഉണ്ടാകാതെ ജഗദീശ്വരന്റെ തൃക്കരങ്ങളിൽ എപ്പോഴും കരുതി സൂക്ഷിച്ച് വളർത്തുമാറാകട്ടെ. വന്നു ചേർന്ന ഈ ഗോപുര നടയിൽ ഹൃദയവിങ്കലോടുകൂടി അകത്തേക്കൊന്ന് പ്രവേശിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന വേദനയോടുകൂടി ഇവിടെ വന്ന് ദർശനം ചെയ്ത് പോയവരെയും ഇപ്പോൾ അവിടെ കാത്തു നിൽക്കുന്നവരെയും എല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ സന്താനങ്ങൾക്ക് എത്രയും വേഗം ഈ സന്നിധാനത്തിലേക്ക് പ്രവേശിച്ച് ഈ ആരാധനയിലും ഈ ആനന്ദത്തിലും ഇഴുകിച്ചേർന്ന് ലയിച്ച് രമിച്ച് ആനന്ദ നടനമാടുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തി അനുഗ്രഹിക്കട്ടെ. എത്രയും വേഗം ഈ മഹാമാരിയെ ലോകത്തിൽ നിന്ന് മാറ്റി എന്റെ സന്താനങ്ങൾ എത്രയും വേഗം ഇതിലേക്ക് പ്രവേശിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഉച്ച കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന സമ്മേളനം, ജന്മനക്ഷത്ര സമ്മേളനം, അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എന്റെ അരുമസന്താനങ്ങളും സന്യാസ പരമ്പരകളും ഒത്തുചേർന്ന് അത് നടത്തുമ്പോൾ ഭാഗ്യമായി നമുക്ക് ഇവിടെ നടത്താൻ പറ്റാതെ പോയതിന്റെ കുറവ് ഒരു തരത്തിലും നമുക്കൊരു കുറവായി തോന്നാത്ത വിധം ഉന്നതമായ നിലയിൽ ജഗദീശ്വരന്റെ എഴുന്നള്ളത്തോടുകൂടി ഓരോ സന്താനങ്ങളിൽ കൂടിയും ഭഗവത് സ്മരണകളും ഭഗവാനോടുള്ള കടപ്പാടും അനുഭവ സാക്ഷ്യങ്ങളുമായി ഉന്നതമായ നിലയിൽ ആ
സമ്മേളനവും നടത്തപ്പെടട്ടെ. സന്താനങ്ങൾക്ക് അത് ആനന്ദമായി ഭവിക്കട്ടെ. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥ വരാത്ത വിധത്തിൽ ഭാഗ്യമായ ഘോഷങ്ങളോടുകൂടി എല്ലാ കർമ്മങ്ങളും നടത്തുവാൻ, എന്റെ സന്താനങ്ങൾ ഒത്തൊരുമിച്ച് ചേർന്ന് നടത്തുവാൻ എല്ലാം ഈശ്വരൻ ഒരുക്കി തരട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഈശ്വരൻ സ്വീകരിക്കട്ടെ. നിങ്ങളുടെ സങ്കല്പങ്ങൾ ഈശ്വരൻ സ്വീകരിക്കട്ടെ. മഹാശക്തി പ്രത്യക്ഷമായി വാഴട്ടെ. മഹാശക്തി പ്രത്യക്ഷമായി വാഴട്ടെ. ഉന്നതമായി താരാസ്തുതി നടക്കട്ടെ. ആനന്ദമായി താരാസ്തുതി നടക്കട്ടെ. മഹാഗോപുരം ഉന്നതമായി പൂർത്തീകരിച്ച ഏഴുകൾക്ക് ദാനം ചെയ്യട്ടെ. എല്ലാം ആനന്ദമായി നടക്കട്ടെ. ദേവലോകതുല്യമായ ദേവാലയം Yeah.